കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എല്ലാവരോടും പ്രോഗ്രാം പറയലുണ്ട്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഈ ഫോണിൽ ഈ കാണുന്ന ഈ ഒരു ടെക്നോളജി, ഈ ഒരു ട്രോഫിയുടെ ചിഹ്നമുള്ള ഈ ഒരു ട്രസ്റ്റ് വാലറ്റ് വഴിയാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അതാണ് ഫ്രണ്ട്സ് ടെക്നോളജിയുടെ വളർച്ച. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിലാണ് സീഡ് ഫണ്ടിങ്, ടോക്കൺ ഫാമിംഗ് ഈ വക കാര്യങ്ങൾ നടക്കുന്നത്. ഞാനൊന്ന് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 6 തരത്തിലുള്ള ഡിജിറ്റൽ പിൻ ഉണ്ട്. ഞാൻ ആ പിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജ്, ഈ ഒരു പേജ് കാണാൻ പറ്റും. നമുക്ക് ടോക്കൺ ഫാമിങ്ങിന്റെ പേജിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൽ അഥവാ കണക്ട് വാലറ്റിൽ 100 PVC മെറ്റ ആവശ്യമാണ്. അത് ഹോൾഡിംഗിൽ ഉണ്ടാവും. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മെയിൻ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. സ്ക്രീൻ ഷെയർ എന്നുള്ള സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോന്ന് അറിയില്ല. മുജീബ് സാറെ കാണുന്നുണ്ട് സാറേ. മുജീബ് സാറെ കാണുന്നുണ്ട്. ഓക്കെ സാർ. ഓക്കെ കണ്ടിന്യൂ സാർ. ഓക്കെ സാർ. അപ്പൊ ഞാൻ ഒന്ന് സൈറ്റിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഇവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സീഡ് ഫണ്ടിങ്ങിന്റെ സൈറ്റിലേക്കും ടോക്കൺ ഫാമിങ്ങിന്റെ സൈറ്റിലേക്കും പ്രവേശിക്കണമെങ്കിൽ ഈ പേജിലുള്ള തൊട്ട് താഴെയുള്ള ഡിസ്കവർ ടച്ച് ചെയ്യുക. ഡിസ്കവർ ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഫ്രണ്ട്സ്. ഡിസ്കവർ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു പേജ് കാണാൻ പറ്റും. ഇവിടെ സെർച്ച് ഓർ എൻ്റർ ഡി ആപ്പ് യുവർ, അതായത് നമ്മൾ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ PVC മെറ്റയുടെ ഡൊമൈൻ നെയിമായ www.pvc മെറ്റ META, ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്പേസ് ഒന്നും ഇല്ലാതെ കൊണ്ട് ഇത് കൊടുക്കണം. PVC meta.io ഇതാണ് PVC മെറ്റയുടെ ഡൊമൈൻ നെയിം. ഈ ഡൊമൈൻ നെയിം കൊടുത്തുകൊണ്ട് തൊട്ട് താഴെയുള്ള സെർച്ച് ബട്ടൺ, മൊബൈലിന്റെ തൊട്ട് താഴെയുള്ള വലതുഭാഗത്തുള്ള പച്ചയിലുള്ള സെർച്ച് ബട്ടൺ ടച്ച് ചെയ്യുക. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ളൊരു പേജ് കാണാൻ പറ്റും. ഇവിടെ സ്റ്റോപ്പ് ആൻഡ് ഗോ ബാക്ക്, ഇതിന്റെ തൊട്ട് താഴെയുള്ള പ്രൊസീഡ് എനിവേ ടച്ച് ചെയ്യുക. പ്രൊസീഡ് എനിവേ, ഈ പ്രൊസീഡ് എനിവേ ടച്ച് ചെയ്തതിനു ശേഷം ഓട്ടോമാറ്റിക്കലി പേജ് ഇങ്ങനെ സ്ക്രോളായി വരും. അപ്പോൾ ഇവിടെ വലതുഭാഗത്തുള്ള ഈ കാണുന്ന കണക്ട് വാലറ്റ് ടച്ച് ചെയ്യുക. കണക്ട് വാലറ്റ് ടച്ച് ചെയ്യുമ്പോൾ പിന്നീട് വീണ്ടും ഈ രീതിയിൽ പ്രൊസീഡ് എനിവേ കാണാൻ പറ്റും. ഏറ്റവും തൊട്ട് താഴെയുള്ള പ്രൊസീഡ് എനിവേ ടച്ച് ചെയ്യുക. അപ്പോൾ വീണ്ടും പേജ് ഒന്ന് സ്ക്രോളായി വരും. വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും ആ കണക്ട് വാലറ്റ് തന്നെ ടച്ച് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു പേജിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എന്താണ് കാണിക്കുന്നത്? കണക്ട് ടു BNB മെയിൻ നെറ്റ്വർക്ക്. അതായത് ഇപ്പോൾ ഇവിടെ നിലവിൽ ഇവിടെ എഥേരിയത്തിന്റെ ചെയിനിലാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ചെയിൻ മാറ്റുക. നമ്മുടെ ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് ലോകത്തിലെ നമ്പർ 1 എക്സ്ചേഞ്ച് ആയ ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനിലാണ്. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്തുകൊണ്ട് മുകളിലുള്ള 3 ഡോട്ട് ഇവിടെ ശ്രദ്ധിക്കുക. 3 ഡോട്ട് വലതുഭാഗത്തിൽ 3 ഡോട്ട് ടച്ച് ചെയ്യുക. അവിടെ നെറ്റ്വർക്ക് എഥേരിയം കാണാൻ പറ്റും. അപ്പോൾ ആ എഥേരിയം ടച്ച് ചെയ്യുക. എഥേരിയം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബിനാൻസ് സ്മാർട്ട് ചെയിൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് ചെയിൻ, ആ ഒരു ചെയിൻ കാണാൻ പറ്റും. അവിടെ ടച്ച് ചെയ്യുക. വീണ്ടും പേജ് ഒന്ന് മറിഞ്ഞു വന്നുകൊണ്ട് എന്ത് ചെയ്യണം? വീണ്ടും കണക്ട് വാലറ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ പേജ് ഒന്ന് സ്ക്രോളിംഗ് ആയി വരും. ഇവിടെ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഒരു പേജ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ തൊട്ട് താഴെയുള്ള ക്ലോസ് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ വലതുഭാഗത്തുള്ള മുകളിലുള്ള ഇൻഡു ടച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇൻഡു ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് പേജ് മറിഞ്ഞു വന്നു. ഇവിടെ സീഡ് ഫണ്ടിങ് ചെയ്യുമ്പോൾ ഒരു 6 തരത്തിലുള്ള ഡിജിറ്റ് പിന്ന് ആരാണോ സീഡ് ഫണ്ടിങ് ചെയ്യിപ്പിച്ചത് ആ വ്യക്തി നിങ്ങൾക്ക് നൽകും. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു പിന്ന് ഇപ്പൊ ഞാൻ ഇവിടെ കോമൺ ആയിട്ടുള്ള 1 2 3 4 5 6 ആണ് കൊടുക്കാൻ പോകുന്നത്. 1 2 3 4 5 6. ആ 6 കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ബട്ടൺ ടച്ച് ചെയ്തു. സബ്മിറ്റ് ബട്ടൺ ടച്ച് ചെയ്തതിനു ശേഷം ഈ ഒരു പേജ്, പ്രധാനപ്പെട്ട ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ കാണാൻ പറ്റും ഏറ്റവും ടോപ്പിൽ വാലറ്റ് സമ്മറി. ഇവിടെ ഇതിന്റെ തൊട്ട് താഴെ കാണാൻ പറ്റും
ബൈ PVCന്റെ മുകളിൽ കണക്ട് വാലറ്റ്. എന്താണ് കണക്ട് വാലറ്റ്? കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ്. ട്രസ്റ്റ് വാലറ്റിലുള്ള ആ ഒരു PVC മെറ്റ ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ കണക്ട് വാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇവിടെ കാണാൻ പറ്റും കണക്ട് വാലറ്റ്. കണക്ട് വാലറ്റിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആദ്യം 100 PVC മെറ്റ ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ 106 PVC മെറ്റ ഉണ്ട്. ഇതാണ് കണക്ട് വാലറ്റ്. അപ്പോൾ ഇതിന്റെ തൊട്ട് താഴെ കാണാൻ പറ്റും ഓരോ പ്രാവശ്യവും സ്റ്റേക്കിംഗ് ചെയ്ത ആ ഒരു റിപ്പോർട്ട്. ഈ ഒരു പേജിൽ ഇങ്ങനെ ഈ ഒരു പേജിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ 2000, 1000 അങ്ങനെ PVC മെറ്റ ഇവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടിയ ആ ഒരു PVC മെറ്റ തന്നെ ഇവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് പറഞ്ഞത്? സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് പറഞ്ഞു. അപ്പോൾ സീഡ് ഫണ്ടിങ് ചെയ്താൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? PVC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടി പർപ്പസ് ടോക്കൻ. അത് 0.20 വെച്ച് ഡെയിലി റിവാർഡ് നൽകിയാൽ 2000 PVC മെറ്റയായി മാറും അല്ലേ? ആ PVC മെറ്റ എവിടെയാണോ സ്റ്റേക്ക് ചെയ്തതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ പേജ് കാണണമെങ്കിൽ തൊട്ട് മുകളിലുള്ള 3 വര ടച്ച് ചെയ്യുക. 3 വര ടച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ഓപ്ഷനായ സ്റ്റേക്കിംഗ് സ്റ്റാറ്റസ് ടച്ച് ചെയ്താൽ നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത PVC മെറ്റ അവിടെ കാണാൻ പറ്റും. ഞാൻ ടച്ച് ചെയ്യുന്നു സ്റ്റേക്കിംഗ് സ്റ്റാറ്റസ്. അപ്പോൾ പേജ് ഓട്ടോമാറ്റിക്കലി സ്ക്രോളായി വന്നു കഴിഞ്ഞു. ഇവിടെ കാണാൻ പറ്റും 1000 PVC സ്റ്റേക്കിംഗ്, ടോക്കൻ സ്റ്റേക്കിംഗ്. ഇവിടെ സ്റ്റേക്കിംഗ് ആണ് നടക്കുന്നത്. 1000 PVC. ഇവിടെ കാണാൻ പറ്റും സ്റ്റേക്കിംഗ് സമ്മറി. ഈ പേജിലാണ് നമ്മുടെ PVC മെറ്റ നമ്മുടെ എത്ര പ്രാവശ്യം നമ്മൾ സ്റ്റേക്കിങ്ങിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു പേജിൽ ഞാനിപ്പം ടച്ച് ചെയ്ത ഈ ഒരു പേജിലാണ് കാണാൻ പറ്റുക. ഫ്രണ്ട്സ്, ഇവിടെ 1000 PVC മെറ്റ ഇപ്പോൾ സ്റ്റേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. 1000 PVC മെറ്റ. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് സിസ്റ്റം 1000 ദിവസം കൊണ്ട് 2000 PVC മെറ്റയെ തരും. ഞാൻ ഈ ഒരു പേജിൽ നിൽക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേക്ക് ചെയ്ത PVC മെറ്റയും നമ്മുടെ റഫറൽ വരുമാനവും ഒക്കെ ഒരു സ്ഥലത്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സായ അനിൽകുമാർ ദാസ് സാർ, സുരേഷ് സാർ ഒക്കെ പറയുന്ന പോലെ PVC മെറ്റ എന്ന് പറഞ്ഞ ടോക്കൻ 1000, 2000 ആണെങ്കിൽ ടീമും കാര്യങ്ങളും ഉള്ളവർക്ക് ഒരു 2, 3, 5 ദിവസം കൊണ്ടൊക്കെ ഇരട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പം കടന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സിസ്റ്റം ഒരു 4, 5 ദിവസം കൊണ്ട് PVC മെറ്റ എന്ന് പറഞ്ഞ ഈ ടോക്കൻ നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സിസ്റ്റം ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. നിങ്ങൾക്ക് എപ്പോൾ ടീമിന്റെ അടക്കം റിട്ടേൺ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും ആ മെറ്റ എടുത്തിട്ട് 2000 ആണ് ലഭിച്ചതെങ്കിൽ വീണ്ടും 1000 വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ റീസ്റ്റേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോ ഇവിടെ 2000 PVC മെറ്റ ആയാൽ ഇല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പേജിൽ 2 സ്ഥലത്തും ഈ ഞാൻ കാണിക്കുന്ന ഈ ടോക്കൺ സ്റ്റേക്ക് ചെയ്യുന്ന സ്ഥലത്തും ഫ്രണ്ട്സ് 0 കാണാൻ പറ്റും. ഇവിടെയും റൈറ്റ് സൈഡിലും 0 കാണാൻ പറ്റും. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇത് മിക്ക ആൾക്കാർക്കും ഇപ്പോൾ ചില അവസരങ്ങളിൽ 0 കാണാം. കാരണം സൈറ്റുമായി കൃത്യമായിട്ട് ബന്ധമില്ലാത്തവർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അവരുടെയൊക്കെ താഴെ എത്ര ബിസിനസ് വന്നിനെ പിടിച്ചിരുന്നൊക്കെ ചിലപ്പം അവർ വ്യക്തിക്ക് അതിന്റെ ഇതുണ്ടാവില്ല. അപ്പോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴാണോ ഇത് കട്ടാകുന്നത് വീണ്ടും നമ്മളെ സിസ്റ്റത്തിലേക്ക് PVC മെറ്റ നൽകിയാൽ അത് റിട്ടേൺ സിസ്റ്റം നൽകും. അപ്പോൾ ഈ ഒരു പേജ് സ്റ്റേക്കിങ്ങിന്റെ പേജാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ രണ്ടാമത് ആഗ്രഹിക്കുന്നത് എന്താണ്? രണ്ടാമത് ആഗ്രഹിക്കുന്നത് ആ സ്റ്റേക്ക് ചെയ്ത വരുമാനമാണ് ഫ്രണ്ട്സ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ റിവാർഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിലുള്ള 3 വര ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്. അതാണ് കുറച്ചുകൂടി എളുപ്പം. താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് റിവാർഡ് സ്റ്റാറ്റസ്. അത് ടച്ച് ചെയ്താലും പ്രവേശിക്കാൻ പറ്റും. ഞാനൊരു റൂട്ട് പ്രകാരം ആ ഓപ്ഷൻ പ്രകാരം തന്നെയാണ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും 3 വര ടച്ച് ചെയ്തു. ഇവിടെ 3ാമത്തെ ഓപ്ഷനായ റിവാർഡ് സ്റ്റാറ്റസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 85% നമുക്ക് ലഭിക്കുന്ന PVC മെറ്റ ആ ഒരു പേജിൽ കാണാൻ പറ്റും. ഇവിടെ ടോക്കൻ ഫാമിങ്ങിലേക്കും സിസ്റ്റം, അതായത് ടോക്കൻ ഫാമിങ്ങിലും സീഡ് ഫണ്ടിങ്ങിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഫാമിംഗ് നടത്തിയതും സ്റ്റേക്കിംഗ് നടത്തിയതിന്റെയും 85% ഉപയോഗിക്കാൻ പറ്റുക. അതായത് 15% കരുതൽ ധനമായി മാറ്റുന്നത് അത് വീണ്ടും ഈ സ്റ്റേക്കിങ്ങിലോ ഫാമിങ്ങിലോ കൊടുത്തുകൊണ്ട് മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ റിവാർഡ്
സ്റ്റാറ്റസ് ടച്ച് ചെയ്യുന്നു. റിവാർഡ് സ്റ്റാറ്റസ്. റിവാർഡ് സ്റ്റാറ്റസ് ടച്ച് ചെയ്തതിനു ശേഷം ഇവിടെ ഫ്രണ്ട്സ് ഈ ഒരു പേജ് കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ അവൈലബിൾ 528 PVC മെറ്റ ഇവിടെയുണ്ട്. 528 PVC മെറ്റ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇത് ഇന്ന് സ്റ്റേക്ക് ചെയ്യുന്ന 7-ാം തീയതി സ്റ്റേക്ക് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 1000 PVC മെറ്റ. നമ്മൾ സ്റ്റേക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ പേജിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന 85% നമ്മൾ സ്വന്തം സ്റ്റേക്ക് ചെയ്ത PVC മെറ്റയുടെ 85% ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടീമിന്റെ റെഫറൽ കമ്മീഷനും ഫ്രണ്ട്സ് ഈ ഒരു പേജിൽ കാണാൻ പറ്റും. ഞാനിവിടെ ശ്രദ്ധിക്കുക, ടോക്കൺ സ്റ്റേക്കിംഗ് സെൽഫ് സ്റ്റേക്ക് ചെയ്താണ് ഇന്ന് 7-ാം തീയതി. ടോക്കൺ സ്റ്റേക്കിംഗ് സ്റ്റേക്കിംഗ് റിവാർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1.61. അതായത് സെൽഫ് സ്റ്റേക്ക് ചെയ്തതിൻ്റെതാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ 274 PVC മെറ്റ റൈറ്റ് സൈഡിലുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ടോട്ടൽ എത്ര PVC മെറ്റയാണ്? 85% ഫ്രണ്ട്സ് ഈ ഒരു പേജിൽ നമുക്ക് ലഭിക്കുന്നത്. 85% ഈ ഒരു പേജിൽ ലഭിക്കുന്നതാണ്. അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് പെട്ടെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ സൈറ്റുമായി നിരന്തരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു 85% ഇവിടെ ലഭിക്കും. പിന്നീട് 15% ലഭിക്കുന്ന ഒരു പേജ് ഉണ്ട് അല്ലെ? 15% ലഭിക്കുന്ന ഒരു പേജ് ഉണ്ട്. ആ 15% ലഭിക്കുന്ന പേജാണ് ഞാൻ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ വാലറ്റ് സ്റ്റാറ്റസ് ഉണ്ട്. വാലറ്റ് സ്റ്റാറ്റസ്, ആ ഒരു വാലറ്റ് സ്റ്റാറ്റസ് ഞാൻ ടച്ച് ചെയ്യുന്നു. വാലറ്റ് സ്റ്റാറ്റസ് ഒന്ന് നോട്ട് ചെയ്തോ. ഇവിടെ 15% ഇവിടെ ലഭിക്കുന്നത്. വാലറ്റ് സ്റ്റാറ്റസ് ടച്ച് ചെയ്തതിനു ശേഷം പിന്നീട് ഇങ്ങനെ ഒരു പേജ് ഇങ്ങനെ മറിഞ്ഞു വരും. ഈ പേജ് മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റഡ് വാലറ്റ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സ്റ്റേക്കിംഗ് വാലറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? സ്റ്റേക്കിംഗ്. അപ്പോൾ 15% സ്റ്റേക്കിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ കണക്റ്റഡ് വാലറ്റിന്റെ റൈറ്റ് സൈഡിലുള്ള സ്റ്റേക്കിംഗ് വാലറ്റ് ടച്ച് ചെയ്താൽ അവിടെ എന്ത് കാണാൻ പറ്റും? നമ്മുടെ ടീമിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 15% അവിടെ കാണാൻ പറ്റും. നമ്മുടെ സെൽഫ് സ്റ്റേക്ക് ചെയ്ത 15% ഫ്രണ്ട്സ് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സ്റ്റേക്കിംഗ് വാലറ്റ് ടച്ച് ചെയ്തു. സ്റ്റേക്കിംഗ് വാലറ്റ്. അപ്പോൾ പേജ് ഒന്ന് മറിഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. തൊട്ട് താഴെ സ്റ്റേക്കിംഗ് റിവാർഡ് 15%. 7-ാം തീയതി 7-ാം തീയതി കാണിക്കുന്നുണ്ട്. ഒന്ന് സെൽഫ് സ്റ്റേക്ക് ചെയ്തത്, അതുപോലെ തന്നെ റെഫറൽ റിവാർഡ് 15%. ഇവിടെയാണ് 15% സിസ്റ്റം കരുതൽ ധനമായി PVC മെറ്റ മാറ്റി വെക്കുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും പ്ലസ് 0.4569 അപ്രൂവ്ഡ്. അതാണ് 15% സെൽഫ് സ്റ്റേക്ക് ചെയ്ത് മാറ്റി വെച്ചത്. അതിൽ തൊട്ട് താഴെ കാണാൻ പറ്റും പ്ലസ് 48.4259. 50 PVC മെറ്റയോളം എന്ത് ഇവിടെ സംഭവിക്കുന്നുണ്ട്? 50 PVC മെറ്റയോളം ഇവിടെ 15% ലഭിക്കുന്നു. അപ്പൊ ഇതിന്റെ സെന്ററിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും സ്റ്റേക്ക് നൗ. ഈ സ്റ്റേക്ക് നൗ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. സ്റ്റേക്ക് നൗ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പേജിൽ തന്നെ കാണാൻ പറ്റും 5000 PVC ഇൻ മൾട്ടിപ്ലൈ ഓഫ് 500 PVC. ഇങ്ങനെ നമുക്ക് ഡെയിലി റിവാർഡ് നൽകിക്കൊണ്ട് PVC മെറ്റ ലഭിച്ചു കഴിഞ്ഞാൽ 500 മുതൽ 5000 PVC മെറ്റ വരെ വീണ്ടും സ്റ്റേക്കിങ്ങിലേക്ക് കൊടുത്ത് സ്റ്റേക്കിംഗ് വാല്യൂ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇവിടെ സ്റ്റേക്കിംഗ് വാലറ്റിന്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഫ്രണ്ട്സ് 1937 PVC മെറ്റ 15% സിസ്റ്റം ഇവിടെ നൽകിയിട്ടുണ്ട്. 1937 വെറും 15% ലഭിച്ചതാണ്. അപ്പോൾ ഇതും സ്റ്റേക്കിങ്ങിലേക്ക് കൊടുക്കുവാൻ പറ്റും. പിന്നീട് ഇനി ഞാൻ നെക്സ്റ്റ് പോകാൻ പോകുന്നത്, ഇവിടെ പ്രധാനമായും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റഫറൽ. ഞാൻ നേരത്തെ പറഞ്ഞു റഫറൽ എന്ന് പറഞ്ഞാൽ വലിയ പവറാണ്. നമ്മുടെ ടീം നിരവധി ടീം അംഗങ്ങൾ താഴെ ഉണ്ടെങ്കിൽ നമുക്ക്
റഫറൽ റിവാർഡ് കൊണ്ട് തന്നെ വലിയൊരു ഏണിങ്സ്, വലിയൊരു വരുമാനം PVC മെറ്റയിലൂടെ നമുക്ക് ലഭിക്കും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇനി കാണിക്കാൻ പോകുന്നത് എത്രയാണ് ഇവിടെ വെറും ടീമിൽ നിന്ന് 20 മെമ്പേഴ്സിൽ 20 ടീമിൽ നിന്ന് ലഭിക്കുന്ന PVC മെറ്റയുടെ എണ്ണമാണ് നെക്സ്റ്റ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ഓപ്ഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. വലത് ഭാഗത്തുള്ള 3 വര തന്നെ ടച്ച് ചെയ്യുക. ആ ടച്ച് ചെയ്തതിനു ശേഷം നാലാമത്തെ ഓപ്ഷനാണ് റഫറൽ സ്റ്റാറ്റസ്. ഒന്ന് നോട്ട് ചെയ്തോ, റഫറൽ സ്റ്റാറ്റസ്. ഈ റഫറൽ സ്റ്റാറ്റസിൽ ടച്ച് ചെയ്താലാണ് നമുക്ക് ടീമിൽ നിന്ന് ലഭിക്കുന്ന PVC മെറ്റ കാണുവാൻ പറ്റുക. ഞാനൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് റഫറൽ സ്റ്റാറ്റസ്. അപ്പോൾ ഇത് ടീമിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഫ്രണ്ട്സ്. അതായത് ഇവിടെ കാണാൻ പറ്റും, ഞാനൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. റഫറൽ റിവാർഡ് 448 PVC മെറ്റ റഫറൽ റിവാർഡ് ഇവിടെ ലഭിക്കുന്നത്. അതായത് സെൽഫ് സ്റ്റേക്ക് ചെയ്തതല്ല, ടീമിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് 448 PVC മെറ്റ റഫറൽ റിവാർഡ്. ഇവിടെ തൊട്ട് താഴെ 436, അതും റഫറൽ റിവാർഡ് തന്നെ. ഈ ഒരു പേജിൽ റഫറൽ റിവാർഡും കാര്യങ്ങളും കൃത്യമായി കാണുവാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് പിന്നീട് ഞാൻ ഈ പേജിൽ നിന്ന് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതായത് ഈ ഒരു പേജിൽ നിന്ന് തന്നെ നമ്മുടെ ടീമിൽ എത്ര മെമ്പേഴ്സ് ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര PVC മെറ്റ നമ്മുടെ 20 ലെവലിൽ ആക്റ്റീവ് സ്റ്റേക്കിങ്ങിൽ 20 ലെവലിൽ ഉണ്ട് എന്നതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അതിന് ഈ റഫറൽ സമ്മറി എന്ന പേജിൽ റഫറൽ റിവാർഡിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള റഫറൽ ടീം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നമ്മുടെ ടീം മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ആക്റ്റീവിലുള്ള ടീം മെമ്പേഴ്സിനെയും PVC മെറ്റയുടെ എണ്ണവും അവിടെ കാണാൻ പറ്റും. ഞാൻ റഫറൽ ടീം ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 750 മെമ്പേഴ്സ് ആക്റ്റീവ് ടീമിലുണ്ട്. 750 മെമ്പേഴ്സ്. അതായത് ഇനി ഒരു ഡ്യൂപ്ലിക്കേഷൻ നടക്കുമ്പോൾ 1000, 2000, 3000 ഇങ്ങനെ ഈ ലെവലിൽ നിന്നും 20ഓളം ഡെപ്ത് ലെവലിൽ നമുക്ക് 20% മുതൽ 1% വരെ റഫറൽ കമ്മീഷൻ ലഭിക്കും. ഈ ആക്റ്റീവ് ടീമിന്റെ റൈറ്റ് സൈഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ 19,07,027 PVC മെറ്റ ആക്റ്റീവ് സ്റ്റേക്കിങ്ങിലുണ്ട്. 19,70,027 PVC മെറ്റ ആക്റ്റീവ് സ്റ്റേക്കിങ്ങിൽ. ഇതിന്റെ റഫറൽ കമ്മീഷനും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് 400ലധികം PVC മെറ്റ ഡെയിലി തെളിയിക്കാവുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നീട് പ്രധാനമായും ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ലെവലിൽ എത്ര വാഷ് ഔട്ട് ഉണ്ട്, നമ്മുടെ ഇതിൽ എത്ര ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട്, നമ്മൾ എത്ര ലെവലിൽ വാഷ് ഔട്ട് സംഭവിക്കുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ നോക്കാം. അതിനും ഈ 3 വര തന്നെ ഒന്ന് ടച്ച് ചെയ്യുക. 3 വര ടച്ച് ചെയ്യുക. അതിനും ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് റഫറൽ സ്റ്റാറ്റസ് തന്നെയാണ്. ഞാൻ റഫറൽ സ്റ്റാറ്റസ് ടച്ച് ചെയ്തു. റഫറൽ സ്റ്റാറ്റസ്. അപ്പോൾ ഇങ്ങനെ റഫറൽ സ്റ്റാറ്റസ് ടച്ച് ചെയ്തതിനു ശേഷം ഫ്രണ്ട്സ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ലെവൽ വൈസ് സ്റ്റാറ്റസ്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ടീമിൽ എത്ര ലെവലിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്, എത്ര ലെവലിൽ നിങ്ങൾക്ക് PVC മെറ്റ വാഷ് ഔട്ട് ആകുന്നത് ഈ ഒരു പേജിൽ ലെവൽ വൈസ് സ്റ്റാറ്റസ് ടച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഞാനൊന്ന് ലെവൽ വൈസ് സ്റ്റാറ്റസ് ടച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കാണാൻ പറ്റും ടീം സ്റ്റേക്കിംഗ് റിവാർഡ്. അതായത് ടീമിന്റെ സ്റ്റേക്കിംഗ്, ഒന്നാമത്തെ ടീമിലെ മെമ്പേഴ്സ് സ്റ്റേക്ക് ചെയ്തതിന്റെ വരുമാനമാണ് ഇവിടെ കാണുന്നത്. 26 PVC മെറ്റ ഒന്നാമത്തെ ലെവലിൽ നിന്നും ടീം മെമ്പേഴ്സിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെവലിൽ 129 PVC മെറ്റ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 152 PVC മെറ്റ മൂന്നാമത്തെ ലെവലിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇങ്ങനെ തൊട്ട് പച്ച, ഇവിടെ പച്ച എന്ന് കാണുന്നത് 12, 13, 16, 17, 18. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 18 ലെവലിൽ 20 ലെവലിലാണ് ഇവിടെ പറഞ്ഞത്. 18 ആക്റ്റീവ് മെമ്പേഴ്സ് മാത്രമാണ് ഡയറക്റ്റ് സ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്. 2 ലെവൽ ഇവിടെ വാഷ് ഔട്ട് ആണ്. അതായത് ഇവിടെ 19ാമത്തെ ലെവലിൽ 2.85 PVC മെറ്റ വാഷ് ഔട്ട് ആണ്. അതുപോലെ തന്നെ 20ാമത്തെ ലെവലിൽ 0.54 PVC മെറ്റ വാഷ് ഔട്ട് ആണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താണ് ഫ്രണ്ട്സ്, നമ്മുടെ ഓരോ ലെവലിൽ ഒന്നാമത്തെ ലെവലിൽ നിന്നും 5 PVC മെറ്റ റഫറൽ റിവാർഡ് ലഭിക്കുന്നു. രണ്ടാമത്തെ ലെവലിന് 24 PVC മെറ്റ റിവാർഡ് ലഭിക്കുന്നു, 19%. അതുപോലെ തന്നെ മൂന്നാമത്തെ ലെവലിന് 27 PVC മെറ്റ റഫറൽ കമ്മീഷൻ ലഭിക്കുന്നു. അതുപോലെ തന്നെ നാലാമത്തെ ലെവലിന് 38 PVC മെറ്റ റഫറൽ കമ്മീഷൻ ലഭിക്കുന്നു.
5ാമത്തെ ലെവലിന് 36 PVC മെറ്റ, 6ാമത്തെ ലെവലിന് 84 PVC മെറ്റ, 7ാമത്തെ ലെവലിന് 64 PVC മെറ്റ. ഇങ്ങനെ 18 ലെവലിലുള്ള റഫറൽ കമ്മീഷൻ കൃത്യമായി ലഭിക്കും. ഇത് 2 ലെവലിന് വാഷ് ഔട്ട് ഇപ്പം ഇവിടെയുണ്ട്. ഇത് ഈ ഒരു പേജ് കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ആണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ചെറിയൊരു കാര്യം, ഒരു 5 മിനിറ്റ്, 10:47 ഒരു 5 മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചുരുങ്ങിയതൊരു 400 PVC മെറ്റ, 400 PVC മെറ്റാണ്. ഞാൻ 437 എടുക്കണ്ട. ഇപ്പോൾ ഇവിടെ ലഭിക്കുന്ന വരുമാനം എന്ന് 400 PVC മെറ്റയാണ് ഫ്രണ്ട്സ്. അധികമൊന്നും കൂടുതൽ പോണ്ട. ഈ 400 PVC മെറ്റ ഒരു മെറ്റക്ക് വെറും ഞാൻ പറഞ്ഞു 1370 കടന്ന മെറ്റയാണ് PVC മെറ്റ. അപ്പൊ ആ ലെവലിലേക്ക് തീർച്ചയായിട്ടും കുതിച്ചു ഒരു PVC മെറ്റ. ഇന്നത്തെ ഈ പൊസിഷനിൽ കണ്ടീഷനിൽ 400 മെറ്റ ഡെയിലി വരുമാനം ലഭിക്കുന്നെങ്കിൽ നിങ്ങൾ ഗുണിച്ചു വെക്കോ. 400 വെറും 50 രൂപ, വെറും 50 രൂപ PVC മെറ്റയുടെ മൂല്യമായി കഴിഞ്ഞാൽ, വെറും 50 രൂപയായി കഴിഞ്ഞാൽ പെർ ഡേ 400 × 50 20,000 രൂപയാണ് വരുമാനം ലഭിക്കുന്നത്. അതായത് 20,000 രൂപ ഡെയിലി വരുമാനം. അപ്പോ എന്ത് സംഭവിക്കും? 50 രൂപയായി കഴിഞ്ഞാൽ മാസം എത്ര കിട്ടും? മാസ വരുമാനം എന്ന് പറയുന്നത് 20,000 × 30 6 ലക്ഷം രൂപ. 6 ലക്ഷം, ഈ പൊസിഷനിൽ 6 ലക്ഷം രൂപയായിരിക്കും ഫ്രണ്ട്സ് മാസ വരുമാനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ PVC മെറ്റയുടെ മൂല്യം വെറും ഇന്ത്യൻ രൂപ 100 രൂപയായി കഴിഞ്ഞാൽ, 100 രൂപയായി കഴിഞ്ഞാൽ എത്രയാകും? 100 × 400 40,000 രൂപയായിരിക്കും ദിവസ വരുമാനം ഫ്രണ്ട്സ്. 40,000 രൂപ ഡെയിലി വരുമാനം അല്ലെ? അങ്ങനെയാണെങ്കിൽ 40,000 × 30 12 ലക്ഷം. വെറും 100 രൂപ PVC മെറ്റൊക്കെ ആയി കഴിഞ്ഞാൽ 12 ലക്ഷമാണ് ഫ്രണ്ട്സ് മാസ വരുമാനം. ഇത് പ്രസന്റിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരുപാട് കാലം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പ്രസന്റിൽ ഈ PVC മെറ്റയുടെ മൂല്യം ഇന്ന് കൂടിക്കഴിഞ്ഞാൽ വരുമാനമാണ് ഫ്രണ്ട്സ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു PVC മെറ്റയുടെ മൂല്യം INR 500 ആയി കഴിഞ്ഞാൽ, വെറും 500 ആയി കഴിഞ്ഞാൽ എത്രയാവും? 500 × 400 2 ലക്ഷം രൂപ ഡെയിലി വരുമാനം 2 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ മാസ വരുമാനം ഫ്രണ്ട്സ് 30 × 2 ലക്ഷം 60 ലക്ഷം. PVC മെറ്റയുടെ മൂല്യം കൂടി 500 രൂപയായി കഴിഞ്ഞാൽ 60 ലക്ഷമായിരിക്കും ഫ്രണ്ട്സ് മാസ വരുമാനം ലഭിക്കാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ലാസ്റ്റ് ഇതും കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട് PVC മെറ്റയുടെ മൂല്യം 1000 കടക്കുന്നു. ഇന്നത്തെ ഈ പൊസിഷനിൽ ഇവിടെ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 448 PVC മെറ്റ കാണാൻ പറ്റും അല്ലെ? അങ്ങനെയാണെങ്കിൽ PVC മെറ്റയുടെ ഈ മൂല്യം ഈ പ്രസന്റിൽ 1000 രൂപ PVC മെറ്റൊക്കെ ആയി കഴിഞ്ഞാൽ 1000 × 400 ഡെയിലി 4 ലക്ഷം രൂപയായിരിക്കും ഫ്രണ്ട്സ് വരുമാനം വന്നത്. ഡെയിലിയിലെ വരുമാനം 4 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ 30 × 4 ലക്ഷം മാസ വരുമാനം 1,20 ലക്ഷമായിരിക്കും ഫ്രണ്ട്സ് മാസ വരുമാനം. ഇതാണ് നമ്മുടെ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ കൂടെ സഞ്ചരിക്കൂ. ഈ സിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിശ്വസിച്ച് കൂടെ നിന്ന പാർട്ണർമാരെ ട്രില്യനേഴ്സും മില്യനേഴ്സും ആക്കുമെന്ന് നമ്മുടെ സുന്ദരമായ സിസ്റ്റം അനൗൺസ് ചെയ്തിരുന്നു. അതാണ് ഇനി ഈ PVC മെറ്റ എന്ന സീഡ് ഫണ്ടിങ്ങിലൂടെ പെർ ഡേ 2, 3, 5 ലക്ഷം നിങ്ങൾക്ക് വരുമാനം ലഭിക്കും ഫ്രണ്ട്സ്. ഇപ്പം തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനൊക്കെ പെർ ഡേ ടോക്കൺ ഫാമിങ്ങിലൂടെ ഇതിലൊക്കെ 1 ലക്ഷത്തിലധികം വരുമാനം കടന്നു. വേറെ ആരും എടുക്കണ്ട. അപ്പോൾ ഇത്രയും വലിയൊരു സുന്ദരമായ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. കൃത്യമായി നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അറിയുന്ന രീതിയിൽ ഞാനിപ്പം സംസാരിച്ചത് ഒരു സിസ്റ്റത്തിന്റെ ഒരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത് എന്റെ അറിവിലുള്ള. അപ്പോൾ എല്ലാവരും ഈ ഒരു സിസ്റ്റത്തെ പറ്റി പഠിക്കുക, മനസ്സിലാക്കുക. ഞാനൊന്ന് ലോഗ് ഔട്ട് ചെയ്തുകൊണ്ട് ഒന്ന് പുറത്തു കിടക്കുന്നു.